ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പെരിന്തൽമണ്ണ നഗരത്തെ ഞെട്ടിച്ച ഒരു വലിയ തീപിടുത്തം. 1.5 കോടി രൂപയുടെ നഷ്ടം വന്ന ടാലന്റ് ബുക്ക് ഹൗസ് ഒരു 48 മണിക്കൂർ കൊണ്ട് വ്യാപാര സംഘടന മർച്ചൻസ് അസോസിയേഷൻ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് കഴിയുന്ന സഹായം ചെയ്ത്, നാട്ടുകാർ സഹായം ചെയ്ത് ആ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷേ കേരളത്തിന് തന്നെ മാതൃകയാണ് വ്യാപാര സംഘടന, വലിയൊരു മാതൃകയാണ്. അതായത് 48 മണിക്കൂർ കൊണ്ട് ഈ സ്ഥാപനം വീണ്ടും തുറക്കാൻ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് കൈകോർത്ത് നിന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത് സജ്ജമാക്കി? ശരിക്കും പറയുകയാണെങ്കിൽ 48 മണിക്കൂറില്ല, പകല് കൂട്ടുകയാണെങ്കിൽ 24 മണിക്കൂറാണ്. ഇന്നലെ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ സംഭവം നടന്ന അന്ന് ഞങ്ങളെല്ലാവരോടും വളരെ ദുഃഖത്തിലുള്ളപ്പോൾ അടിയന്തര മീറ്റിംഗ് വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്ഥാപനം പുനഃസ്ഥാപിക്കുക, അതിന് മർച്ചൻ്റ് അസോസിയേഷൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലും ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. ഏതായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും പ്രത്യേക നന്ദി പറയുകയാണ്. പിന്നെ പെരിന്തൽമണ്ണക്കാരെ കുറിച്ച് ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ. ഇവിടുത്തെ ചെറുകിട വൻകിട എല്ലാ വ്യാപാരികളെയും ജാതിയും മതവും ഇല്ലാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു വിഷയങ്ങൾ വരുമ്പോൾ, അവർക്കൊരു ആപത്ഘട്ടത്തിൽ വരുമ്പോൾ സംഘടന അവരെ കൂടെ നിന്നുകൊണ്ട് സഹായിച്ച ചരിത്രമാണ് മുമ്പോട്ടുണ്ടായിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനവും ഞങ്ങളുടെ ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ട്രഷറർ കൂടിയാണ്. അപ്പോൾ അതിൽ തന്നെ കൂടുതൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഇത് പഴയ രീതിയിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് മർച്ചൻ്റ് അസോസിയേഷൻ അഭ്യർത്ഥിച്ചത്. ഏതായാലും എല്ലാവരും നാട്ടുകാരുടെ സഹകരണം ഇനിയും ടാലൻറ്റ് ബുക്ക് ഹൗസിന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇതാണ് പെരിന്തൽമണ്ണ എന്നത് മാത്രമാണ് അതിനുള്ള ഉത്തരം. കാരണം ഈ പെരിന്തൽമണ്ണയിൽ ഞാൻ MLA ആയി വന്നത് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു നേർക്കാഴ്ചയാണിത്. കാരണം ഒരുപക്ഷെ നമ്മുടെ എവിടെയും നടക്കാത്ത ഒരു മഹാത്ഭുതമാണ്. കത്തിച്ചാമ്പലായി പോയ ഒരു കഥ 48 മണിക്കൂർ കൊണ്ട് അതേപോലെ പുനരാരംഭിക്കാൻ കഴിയും വിധം മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ശക്തിയാണിത്. മനുഷ്യർ കൂടെ നിൽക്കുന്നതിൻ്റെ ബലമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ലത്തീഫ് ഖാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച്. അതിനേക്കാൾ അപ്പുറത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ജീവനക്കാരായി പോലും കാണാതെ അവർ കൂടി ഇതിൻ്റെ ഉടമകളാണെന്ന് കരുതുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യർ. ഇതിലപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? ഒരു മനുഷ്യന് ഒരു പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പിന്തുണയ്ക്കാൻ ആളുണ്ടെന്ന ബോധ്യമാണ്. അത് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും കട തുറക്കുന്നത്. അത് കൊടുത്ത പെരിന്തൽമണ്ണയോടുള്ള ആ പെരിന്തൽമണ്ണയെ പ്രോജ്വലമാക്കുകയാണ്. ഈ സംഭവം യഥാർത്ഥത്തിൽ ഒരു ചെറിയ അഗ്നിബാധയുടെ വിഷയമല്ല, ഇതൊരു നാടിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതാണ് പെരിന്തൽമണ്ണ എന്ന് അറിയിക്കുന്ന ഒരു മഹാത്ഭുതമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓരോ നാടും പെരിന്തൽമണ്ണയെ മാതൃകയാക്കാനുള്ള ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആ കത്തി നശിച്ചു എന്നുള്ള ആ ഒരു ദുഃഖത്തിൽ നിന്ന് വേറൊരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാനുള്ളൊരു ആണ് നമ്മളിതിനെ കാണുന്നത്. കാരണം ഞങ്ങളുടെ സ്വന്തം വീട് പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു സ്ഥാപനമാണത്. അത് ഞങ്ങളുടെ ഒരു ലോകമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾക്ക് എന്തോ സഹിക്കാൻ പറ്റില്ല. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടമുണ്ട്. അതെ, നഷ്ടം പറ്റിയതും ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയാവുന്നതിലുപരി എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും സഹകരണം കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും വളരെ 24 മണിക്കൂറെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. മർച്ചൻ്റ് അസോസിയേഷൻ പ്രത്യേകം അത് താല്പര്യമെടുത്ത് ഒന്നിച്ച് കൈകോർത്ത് ഈ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ കേരളത്തിന് തന്നെ, വ്യാപാര മേഖലയ്ക്ക് തന്നെ വലിയൊരു മാതൃകയാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പെരിന്തൽമണ്ണ നൽകുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നില 24 ലൈവ്.